Hi friends, welcome back to 12th session of Ajit Kumar Current Affairs this week. വളരെ സംഭവ ബഹുലവും വളരെ സുപ്രധാനവുമായിട്ടുള്ള നിരവധി ഫാക്റ്റുകളാണ് പോയ വാരം നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക്. ഓക്കെ, ഒന്നാമത്തെ ഫാക്റ്റിലേക്ക്. ഇന്നാദ്യം ഒരു സ്പോർട്സ് ഇവൻ്റാണ്. അൽബേനിയയിൽ നടന്ന ലോക അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പ്. അതിൽ സ്വർണ്ണ മെഡൽ ജേതാവ് ആര്? അതാണ് ചോദ്യം. ഒന്നുകൂടി ചോദ്യം പറയുന്നു. അൽബേനിയയിൽ നടന്ന അണ്ടർ 23 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ ജേതാവിൻ്റെ പേരെന്ത്? ഓക്കെ അല്ലേ? ആരാ? ഇന്ത്യയുടെ ചിരാഗ് ചിക്കാര ആണ് അണ്ടർ 23 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ ജേതാവ്. മനസ്സിലായല്ലോ? ചിരാഗ് ചിക്കാര. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ചിരാഗ് ചിക്കാര. ഓക്കെ, ദെൻ ടു ഫാക്ട് നമ്പർ 2. ഇനി ഫാക്ട് നമ്പർ 2. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം എന്ന ഖ്യാതിയിലേക്ക് ഉയരുന്ന ഒരു ബിൽഡിംഗ് അതിൻ്റെ സമാപ്തീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമാകാൻ പോകുന്ന കെട്ടിടം ഏതാണ്? അതാണ് ചോദ്യം. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്. സൗദി അറേബ്യയിലെ മുഖ അബ് ടവർ നിങ്ങൾ കാണാൻ കഴിയും. മുഖ അബ് ടവറാണ് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം എന്നുള്ള ഖ്യാതിയിലേക്ക് ഉയരുന്നത്. അത് 400 മീറ്റർ ക്യൂബ് ആകൃതിയിലുള്ള ഒരു കെട്ടിടമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. 400 മീറ്റർ വീതി, 400 മീറ്റർ പൊക്കം, 400 മീറ്റർ നീളം, ഇങ്ങനൊരു ക്യൂബ് ആകൃതിയിൽ ഏകദേശം $50,000 കോടി മുടക്കിയാണ് ഈ ബിൽഡിങ്ങിൻ്റെ പൂർത്തീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ അബ് ടവർ, സൗദി അറേബ്യ, മറക്കണ്ട. ഓക്കെ, ദെൻ ടു ഫാക്ട് നമ്പർ 3. ഇനി ഫാക്ട് നമ്പർ 3. അത് സുപ്രധാനമായ ഒരു ഫാക്റ്റാണ്. സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ് ഈ പോയ വാരം നമ്മെ വിട്ടുപിരിഞ്ഞു, അന്തരിച്ചു. ആരാണ് അദ്ദേഹം? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. സ്വകാര്യത മൗലികാവകാശമാക്കാൻ പോരാടിയ ഒരു മുൻ ജഡ്ജ്, കർണാടക ഹൈക്കോടതി ജഡ്ജ് പോയ വാരം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്ത്? അതാണ് ചോദ്യം. എന്താ പേര്? ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിയമ പോരാട്ടത്തിലും മുൻപന്തിയിലുണ്ടായിരുന്നു. ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള പോരാട്ടങ്ങളിലും മുൻനിര പോരാളിയായിരുന്നു ജസ്റ്റിസ് പുട്ടസ്വാമി. അദ്ദേഹമാണ് കഴിഞ്ഞ വാരം നമ്മളെ വിട്ടുപിരിഞ്ഞത്. ജസ്റ്റിസ് പുട്ടസ്വാമി കർണാടക ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു. ഓക്കെ, ഇനി ഫാക്ട് നമ്പർ 4ലേക്കാണ്. കേരള സർക്കാരിൻ്റെ പുരസ്കാരങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാനമായ ഒരു വാർത്ത പോയ വാരം നമ്മളെ തേടിയെത്തിയിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ തന്നെ 2 സുപ്രധാനമായ പുരസ്കാരങ്ങൾ, കേരള ജ്യോതി ആൻഡ് കേരള പ്രഭ, രണ്ടും മനസ്സിലാക്കി വയ്ക്കുക. കേരള ജ്യോതി പുരസ്കാരം കേരള സർക്കാരിൻ്റെ പോയ വാരം കഴിഞ്ഞ ഈ വർഷത്തെ ലഭ്യമായിട്ടുള്ളത് പ്രമുഖ സാഹിത്യകാരനായ എം കെ സാനു ആണ് കേരള ജ്യോതി പുരസ്കാര ജേതാവ്. അതുപോലെ തന്നെ കേരള പ്രഭ പുരസ്കാരം 2 പേർ ഷെയർ ചെയ്തിട്ടുണ്ട്. കേരള പ്രഭ പുരസ്കാരം മാറിപ്പോകരുത്. കേരള ജ്യോതി എം കെ സാനു, കേരള പ്രഭ പുരസ്കാരം 2 പേർ ഷെയർ ചെയ്തു. അതിലൊന്ന് ISROയുടെ ചെയർമാനായിട്ടുള്ള എസ് സോമനാഥ്, അതുപോലെ തന്നെ പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞയായ ഭുവനേശ്വരി. 2 പേരും മനസ്സിലാക്കി വെക്കുക. ഒന്ന് ഡോക്ടർ എസ് സോമനാഥ്, ഭുവനേശ്വരി. കേരള പ്രഭ പുരസ്കാരം. അതുപോലെ തന്നെ കേരള ജ്യോതി പുരസ്കാരം ഞാൻ പറഞ്ഞു, പ്രമുഖ സാഹിത്യകാരനായ പ്രൊഫസർ എം കെ സാനു, അത് മറക്കണ്ട. ഇനി ഫാക്ട് നമ്പർ 5. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് പുരസ്കാര ജേതാവാര്? കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് പുരസ്കാര ജേതാവാര്? അതാണ് ഫാക്ട് നമ്പർ 5 ചോദ്യം. ആരാ? ട്രിപ്പിൾ ജമ്പിൻ്റെ ഒളിമ്പിക്സ് പാർട്ടിസിപ്പൻ്റായ ഒളിമ്പിക്സ് താരമായ അബ്ദുള്ള അബുബക്കർ. ആ പേര് നിങ്ങൾ കാണാം. അബ്ദുള്ള അബുബക്കർ ഒളിമ്പിക്സ് ട്രിപ്പിൾ ജമ്പ് താരമാണ്. അദ്ദേഹത്തിനാണ് ജിമ്മി ജോർജ് പുരസ്കാരം സ്പോർട്സിനുള്ള കഴിഞ്ഞ വർഷത്തെ ലഭ്യമായിട്ടുള്ളത്. ആ ഫാക്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക, വളരെ പ്രധാനം. ഇനി 6ാമത് ഫാക്റ്റിലേക്ക് വളരെ രസകരവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ചോദ്യമാണ്, ഒരു ഫാക്റ്റാണ്. സ്ത്രീകളുടെ വിവാഹപ്രായം 21 ആക്കിക്കൊണ്ടുള്ള ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനമേത്? അതാണ് ചോദ്യം. സ്ത്രീകളുടെ വിവാഹപ്രായം 21ലേക്ക് ആക്കി മാറ്റുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനമേത്? അതിന് ഉത്തരം സിമ്പിളാണ്, ഹിമാചൽ പ്രദേശ്. അത് ഓർത്തു വയ്ക്കൂ. ഹിമാചൽ പ്രദേശാണ്
സ്ത്രീകളുടെ വിവാഹപ്രായം 21 മാറ്റിക്കൊണ്ടുള്ള ബില്ല് അവതരിപ്പിച്ചത്. ഇനി ഫാക്ട് നമ്പർ 7 ലോകത്തിലെ ഒരു കോടതി ചുമത്തിയിരിക്കുന്ന ഏറ്റവും വലിയ പിഴത്തുക, അത് സംബന്ധിച്ച് വളരെ രസകരമായ ഒരു ഫാക്റ്റാണ് നമ്മളിനി 7ാമത് ഡിസ്കസ് ചെയ്യുന്നത്. ഗൂഗിളിൻ്റെ മാതൃ കമ്പനി നമുക്കറിയാം ആൽഫബറ്റ്. അതിന് കീഴിൽ വരുന്ന യൂട്യൂബിന് ആണ് ഈ പിഴ റഷ്യൻ കോടതി ചുമത്തിയിട്ടുള്ളത്. അതെന്തിനാണ്? ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യൻ മാധ്യമങ്ങളെ യൂട്യൂബ് വിലക്കി എന്നുള്ള ആരോപണത്തെ തുടർന്നാണ് ഈ ഭാരിച്ച പിഴത്തുക യൂട്യൂബിന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എത്രയാണ് പിഴത്തുക? അതാണ് ചോദ്യം. അത് വളരെ രസകരം. ഡെസില്യൻ ഡോളറാണ് പിഴത്തുക. എന്താ ഡെസില്യൻ ഡോളർ? 2 കഴിഞ്ഞ് 34 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡെസില്യൻ എന്ന് വായിക്കാം. അപ്പോൾ ഡെസില്യൻ ഡോളറാണ് റഷ്യൻ കോടതി യൂട്യൂബിന് ചുമത്തിയിരിക്കുന്ന എക്കാലത്തെയും വലിയ പിഴത്തുക. അതിൻ്റെ ഫാക്റ്റ് ഞാൻ പറഞ്ഞു, അത് ഒരു വട്ടം കൂടി കേൾക്കൂ, അത് മനസ്സിൽ വയ്ക്കൂ. രസകരമാണ്, പ്രധാനപ്പെട്ടതുമാണ്. ഇനി ഒരു നിയമനവുമായി ബന്ധപ്പെട്ട ഫാക്റ്റാണ് ഫാക്ട് നമ്പർ 8. ഫാക്ട് നമ്പർ 8, ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറി ആര്? അതാണ് ചോദ്യം. ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറി ആര്? രാജേഷ് കുമാർ സിംഗ്. രാജേഷ് കുമാർ സിംഗ് ആണ് പുതിയതായി നിയമിക്കപ്പെട്ട ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി. അത് നോട്ട് ചെയ്ത് വയ്ക്കൂ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഫാക്ട് നമ്പർ 9 ആണ്. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ റിവൈസ്ഡ് ലിസ്റ്റ് പ്രകാരം ഇന്ത്യയുടെ പൊസിഷൻ എത്ര? അതാണ് ചോദ്യം. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൻ്റെ അനുപാതത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. എത്ര സ്ഥാനം? 4th പൊസിഷനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥാനം. 4ാം സ്ഥാനത്തേക്ക് ഇന്ത്യ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൻ്റെ കാര്യത്തിൽ എത്തിയിരിക്കുന്നു. 4th പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ മറ്റ് 3 രാജ്യങ്ങൾ ഏതൊക്കെ? സ്വാഭാവികമായും ചൈന, ജപ്പാൻ, സ്വിറ്റ്സർലാൻഡ്. 3 രാജ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ചൈന, ജപ്പാൻ, സ്വിറ്റ്സർലാൻഡ്, പിന്നെ നമ്മുടെ ഇന്ത്യ. ഈ ഫാക്റ്റ് വളരെ പ്രധാനമാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതും തന്നെയാണ്. ഓക്കെ, ദെൻ ടു നെക്സ്റ്റ് ഫാക്റ്റ്. ഈ ഒക്ടോബർ 25 ഈ പോയ ഒക്ടോബർ 25 പുറത്ത് വന്ന കണക്കുകൾ പ്രകാരം 68,480 കോടി രൂപയാണ് ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഡാറ്റ. ഓക്കെ, ഇനി ഫാക്ട് നമ്പർ 10. അതും വളരെ രസകരമായ ഒരു ഫാക്റ്റാണ്, എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്. കോളിൻസ് നിഘണ്ടുവിൻ്റെ പുതിയ ഒരു ഇൻഫർമേഷൻ പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ ഒരു വെളിപ്പെടുത്തൽ പ്രകാരം ദ വേർഡ് ഓഫ് 2024 2024 വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വാക്കുണ്ട്. അതെന്താണ്? കോളിൻസ് നിഘണ്ടു പുറത്തിറക്കിയ ഡാറ്റ പ്രകാരം വേർഡ് ഓഫ് 2024 2024 വാക്ക് ആയി തിരഞ്ഞെടുക്കപ്പെട്ട വാക്ക് ഏതാണ്? ബ്രാറ്റ് എന്നതാണ് ആ വാക്ക്. BRAT. ബ്രാറ്റ് ആണ് ആ വേർഡ് ഓഫ് 2024. എന്താണ് ബ്രാറ്റിൻ്റെ മീനിങ്? നമ്മളൊരു കോൺഫിഡൻസോടു കൂടി, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ സുഖ സന്തോഷങ്ങളിലേക്കുള്ള ഒരു സമീപനം, ആ സമീപനത്തിനെയാണ് നമ്മൾ ഒറ്റ വാക്കിൽ ബ്രാറ്റ് എന്നുപയോഗിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, കോൺഫിഡൻസോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടു കൂടി, അല്ലെങ്കിൽ സുഖ സന്തോഷങ്ങളിലേക്കുള്ള ഒരു സമീപനം. ആ സമീപനത്തിന് നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബ്രാറ്റ്. അതാണ് വേർഡ് ഓഫ് 2024 ആയിട്ട് കോളിൻസ് നിഘണ്ടു ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, അത് ഇംഗ്ലീഷ് പോപ്പ് ഗായിക ചാർലി XCXൻ്റെ പുതിയ ഒരു ആൽബത്തിൻ്റെ പേരാണ് ആക്ച്വലി ഈ ബ്രാറ്റ് എന്ന് പറയുക. അങ്ങനെയാണ് ഇത് യൂസേജ് അവിടെ തുടങ്ങിയിട്ടുള്ളത്. അതും കൂടി ഒന്ന് കരുതി വയ്ക്കുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതല്ല എങ്കിലും. ഓക്കെ, ഇനി ഫാക്ട് നമ്പർ 11. അത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അനലോഗ് സ്പേസ് മിഷൻ, നിങ്ങൾ കാണാം, അനലോഗ് സ്പേസ് മിഷൻ ആരംഭിച്ചത് എവിടെ? ചോദ്യം ഒന്നുകൂടി. ഇന്ത്യയിലെ ആദ്യത്തെ അനലോഗ് സ്പേസ് മിഷൻ ആരംഭിച്ചത് എവിടെ? അത് ലഡാക്കിലെ ലേയിലാണ്. ലേ ഇൻ ലഡാക്ക്. ലഡാക്കിലെ ലേയിലാണ് അനലോഗ് സ്പേസ് മിഷൻ ആദ്യമായി ആരംഭിച്ചത്. അതൊരു ഫാക്റ്റായി മനസ്സിൽ കുറിച്ച് വയ്ക്കുക.
ഇനി ഫാക്ട് നമ്പർ 12, അത് നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചതുപോലെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ പുറത്തിറക്കിയ പുതിയ ഒരു ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയതുകൊണ്ട് തന്നെ NSE എന്നതിലുണ്ടാവും, വ്യക്തം. NSE ഇന്ത്യ, അതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര്. NSE ഇന്ത്യ ഓർത്തു വയ്ക്കൂ, അണ്ടർലൈൻ ചെയ്ത് വയ്ക്കൂ. ഓക്കെ. ഇനി ഫാക്ട് നമ്പർ 13, ഇതും ഡിഫൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. ഈ കുഴി ബോംബുകൾ വളരെ ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഡിഫൻസിന്. അപ്പോൾ ഈ കുഴി ബോംബുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡ്രോൺ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുണ്ട്. ആ ഡ്രോണിൻ്റെ പേര്, അതാണ് ചോദ്യം, അതാണ് ഫാക്റ്റ്. ഏകലവ്യ എന്നാണ് ആ കുഴി ബോംബുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം വികസിപ്പിച്ച ഡ്രോണിൻ്റെ പേര്. ഏകലവ്യ. അത് നോട്ട് ചെയ്ത് വയ്ക്കും. ഓക്കെ അല്ലേ? ഇനി 14ാമത് ഫാക്റ്റിലേക്ക്, ഫാക്ട് നമ്പർ 14. കഴിഞ്ഞ ജൂലൈ 16 സൂര്യനിൽ ഒരു പ്രതിഭാസം സംഭവിച്ചു. ആ പ്രതിഭാസത്തിന് ശാസ്ത്രലോകം നൽകിയിരിക്കുന്ന പേര് കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ എന്നാണ്. അപ്പോൾ ജൂലൈ 16 സൂര്യനിൽ സംഭവിച്ച പ്രതിഭാസമായ കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ്റെ കൃത്യമായ സമയം രേഖപ്പെടുത്താൻ ഇന്ത്യയെ പ്രയോജനപ്പെടുത്തിയ ഒരു പേടകമുണ്ട്. ആ പേടകത്തിൻ്റെ പേരെന്ത്? അതാണ് ഫാക്റ്റ്, അതാണ് ചോദ്യം. മനസ്സിലായല്ലോ? കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ ജൂലൈ 16 സംഭവിച്ചു സൂര്യനിൽ. അതിൻ്റെ കൃത്യമായ സമയം രേഖപ്പെടുത്താൻ ഇന്ത്യ ഉപയോഗപ്പെടുത്തിയ പേടകത്തിൻ്റെ പേരെന്ത്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ. പേടകത്തിൻ്റെ പേര് ആദിത്യ L1 എന്നാണ്. നിങ്ങൾക്ക് കാണാം, ആദിത്യ L1 എന്നാണ് ഇന്ത്യയുടെ ആ കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ ടൈം രേഖപ്പെടുത്താൻ ഉപയോഗിച്ച പേടകത്തിൻ്റെ പേര്. അത് ഓർത്തു വയ്ക്കും. ഇനി ഫാക്ട് നമ്പർ 15ലേക്ക്. പ്രമുഖനായ ഒരു അമേരിക്കൻ പോപ്പ് ഗായകൻ പോയ വാരം നമ്മെ വിട്ടുപിരിഞ്ഞു, അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? പ്രമുഖനായ അമേരിക്കൻ പോപ്പ് ഗായകൻ ഇപ്പോൾ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് അത് ക്വിൻസി ജോൺസ് ആണ്. ക്വിൻസി ജോൺസ്. ഓക്കെ. ഇനി ഫാക്ട് നമ്പർ 16. ഈ പോയ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആ ബാലറ്റ് പേപ്പറിൽ ഇടം പിടിച്ച ഒരു ഇന്ത്യൻ ലാംഗ്വേജ്, ഒരു ഭാഷ ഉണ്ട്. ആ ഭാഷ ഏതാണ്? ചോദ്യം ഒന്നുകൂടി. ഈ പോയ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ബാലറ്റ് പേപ്പറിൽ ഒരു ഇന്ത്യൻ ഭാഷയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഏതാണ് ആ ഇന്ത്യൻ ലാംഗ്വേജ്? മറ്റേതുമല്ല, ബംഗാളി. ബംഗാളിയാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ബാലറ്റ് പേപ്പറിൽ സാന്നിധ്യം അറിയിച്ച ഇന്ത്യൻ ലാംഗ്വേജ്, ബംഗാളി. ഓക്കെ. ഇനി ഫാക്ട് നമ്പർ 17, 17th ഫാക്റ്റിലേക്ക്. ഡോക്ടർ ഖമറുദ്ദീൻ എൻവയോൺമെൻറ്റൽ അവാർഡ് ഗോസ് ടു. 2024 ഡോക്ടർ ഖമറുദ്ദീൻ എൻവയോൺമെൻറ്റൽ അവാർഡ് ജേതാവ് ആര്? അതാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫാക്ട് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ആർക്കാണ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്? പ്രമുഖ ഹെർപ്പറ്റോളജിസ്റ്റ് സത്യഭാമ ദാസ് ബിജുവിനാണ് അവാർഡ് ലഭ്യമായിട്ടുള്ളത്. അദ്ദേഹത്തിന് ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നുണ്ട്. സത്യഭാമ ദാസ് ബിജു. ഖമറുദ്ദീൻ എൻവയോൺമെൻറ്റൽ അവാർഡ് ഫോർ 2024 ലഭ്യമായിട്ടുള്ളത്. അത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2 വട്ടം അണ്ടർലൈൻ ചെയ്ത് പഠിക്കും. ഈ ഫാക്ട് നമ്പർ 18. ഇത് വളരെ പ്രധാനമുള്ളതാണെങ്കിലും ഏവർക്കും അറിയാവുന്ന സംഗതിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നമ്മളിപ്പോൾ കണ്ടു. ബാലറ്റ് പേപ്പറിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തു. ആരാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു വന്നത്? മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള റൊണാൾഡ് ട്രംപ് ആണ് പുതിയ അമേരിക്കൻ പ്രസിഡന്റ്. ആ ഫാക്ട് ഓർത്ത് വയ്ക്കൂ. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന 1-2 അലൈഡ് ഫാക്റ്റ് ഉണ്ട്. അതിനാണ് ഞാൻ ഈ ഒരു ഫാക്ട് ഇപ്പോൾ അവതരിപ്പിച്ചത്. US പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, അങ്ങനെ ചോദ്യം വരാം. അങ്ങനെയാണെങ്കിലും റൊണാൾഡ് ട്രംപ് തന്നെയാണ്. 78 ഇയേഴ്സ് ഓൾഡാണ്. US പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി റൊണാൾഡ് ട്രംപ്. 130 വർഷത്തിന് ശേഷം തുടർച്ചയായി അല്ലാതെ വീണ്ടും പ്രസിഡന്റ് ആകുന്ന വ്യക്തി, അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ് നമ്മുടെ റൊണാൾഡ് ട്രംപ്. 130 വർഷത്തിന് ശേഷമാണ് തുടർച്ചയായി അല്ലാതെ വീണ്ടും പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ് റൊണാൾഡ് ട്രംപ്. മുൻപ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്താ? ഗ്രോവർ ക്ലീവ്ലൻഡ്. അദ്ദേഹമാണ് ഈ ട്രംപിൻ്റെ ഈ കാറ്റഗറിയിലുള്ള പിൻഗാമിയായിട്ട് വരുന്നത്. ഇനി അലൈഡ് ഫാക്റ്റായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് പറയാം. പ്രസിഡന്റ് നമ്മൾ കണ്ടു. ആരാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ്? US വൈസ് പ്രസിഡന്റ് ആരാ? അത് അലൈഡ് ഫാക്റ്റായിട്ട് ഞാൻ ഇതിൽ കൂടി പറയുന്നേ ഉള്ളൂ. വൈസ് പ്രസിഡന്റ് ഓഫ് US ആരാ? JD വാൻസ്. JD വാൻസ് ആണ് വൈസ് പ്രസിഡന്റ് ഓഫ്
യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വയ്ക്കൂ. ഇനി ഫാക്ട് നമ്പർ 19ലേക്ക്. അതൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വായ്പാ പദ്ധതിയാണ്. രാജ്യത്തെ ദരിദ്ര അല്ലെങ്കിൽ ഇടത്തരം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വായ്പാ പദ്ധതി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ വായ്പാ പദ്ധതിയുടെ പേരെന്ത്, ആ വായ്പാ പരിധി എന്താണ്, അതിൻ്റെ ഒരു കൺസെപ്റ്റ്, അതാണ് ചോദ്യം. എന്താണ് ചോദ്യം ഒന്നുകൂടി? രാജ്യത്തെ ഇടത്തരം ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയുടെ പേരെന്ത്? എന്താ പദ്ധതിയുടെ പേര്? PM വിദ്യാലക്ഷ്മി എന്നാണ് ആ പദ്ധതിയുടെ പേര്. PM വിദ്യാലക്ഷ്മി. എന്താണ് ആ പദ്ധതിയുടെ കൺസെപ്റ്റ്? 7.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സർക്കാർ ഗ്യാരണ്ടി ഉണ്ടാകും. അതാണ് ആ പദ്ധതിയുടെ ഒരു പ്രത്യേകത. PM വിദ്യാലക്ഷ്മി. ഇത് ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. ഇനി ഫാക്ട് നമ്പർ 20ലേക്കാണ്. നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഒരു പുതിയ ഗ്രഹത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, ശാസ്ത്രലോകം. അതിൻ്റെ പേരെന്താണ്? അപ്പോൾ സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഒരു പുതിയ ഗ്രഹത്തിനെ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഗ്രഹത്തിൻ്റെ പേരെന്ത്? അതാണ് ചോദ്യം. എന്താണ് അതിൻ്റെ പേര്? TOI 6651. നിങ്ങൾക്ക് കാണാൻ കഴിയും. TOI 6651 6651. അതാണ് ആ പുതിയ ഗ്രഹത്തെ കണ്ടെത്തിയിട്ടുള്ള ഗ്രഹത്തിൻ്റെ പേര്. ഓർത്തു വയ്ക്കും. ഇനി ഫാക്ട് നമ്പർ 21. ന്യൂലി ഇലക്റ്റഡ് ചെയർമാൻ ഓഫ് TTD. എന്താ TTD? തിരുമല തിരുപ്പതി ദേവസ്വം. TTD. ന്യൂലി ഇലക്റ്റഡ് ചെയർമാൻ ഓഫ് TTD, തിരുമല തിരുപ്പതി ദേവസ്വം. അതിൻ്റെ ചെയർമാൻ ആര്? അതാണ് ചോദ്യം. ആരാ? BR നായിഡു ആണ്. BR നായിഡു ആണ് TTDയുടെ പുതിയ ചെയർമാൻ. അതിൻ്റെ ഫുൾ ഫോമും പുതിയ ചെയർമാൻ BR നായിഡു എന്നുള്ളതും മനസ്സിലേക്ക് കൊണ്ടുവരൂ. ഓക്കെ, ദെൻ ടു നെക്സ്റ്റ് ഫാക്ട്. ഇനിയും മറ്റൊരു ശൂന്യാകാശ വാർത്ത തന്നെയാണ്. ശൂന്യാകാശത്തെ ക്ഷീരപഥത്തിൽ ഒരു കൂറ്റൻ ജലസംഭരണി കണ്ടെത്തിയതായി ശാസ്ത്രലോകം അറിയിച്ചിരിക്കുന്നു. കൂറ്റൻ ജലസംഭരണി, ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ജീവസാന്നിധ്യം സാധ്യത. അതാണ് നമ്മളുടെ ഒരു ക്യൂരിയോസിറ്റിയുടെ അടിസ്ഥാനം. അപ്പോൾ ഈ ക്ഷീരപഥത്തിൻ്റെ പേരെന്ത്? അതാണ് ചോദ്യം. ക്ഷീരപഥത്തിന് പേരെന്ത്? APM 08279. APM 08279 എന്നാണ് ഈ ക്ഷീരപഥത്തിന് ശാസ്ത്രലോകം നൽകിയിരിക്കുന്ന പേര്. അത് നിങ്ങൾക്കിവിടെ കാണാം. 2 വട്ടം ഹൃദയസ്ഥമാക്കും. ഇനി ഫാക്ട് നമ്പർ 23. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. റഷ്യയിലെ ഒക്ടോബർ വിപ്ലവം, വളരെ പ്രശസ്തമായ ഒക്ടോബർ വിപ്ലവം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒക്ടോബർ വിപ്ലവം നടന്നത് എന്ന്? അതാണ് ചോദ്യം. ഒക്ടോബർ വിപ്ലവം നടന്നത് 1977 നവംബർ 7-ാം തീയതിയാണ്. 1977 നവംബർ 7-ാം തീയതി നടന്ന വിപ്ലവത്തിന് ഒക്ടോബർ വിപ്ലവം എന്ന് പേര് വരുന്നത് എങ്ങനെ? നവംബർ വിപ്ലവം എന്ന് വേണ്ടേ പറയാൻ? അപ്പോൾ അതായത് അന്നത്തെ റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ മാസത്തിലാണ് ഈ വിപ്ലവം നടന്നത്. ഇന്നത്തെ ആ ഡേറ്റ് അല്ല. അന്നത്തെ റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ മാസത്തിൽ നടന്നതുകൊണ്ടാണ് ഇതിന് ഒക്ടോബർ വിപ്ലവം എന്ന് പേര് വന്നത്. ആക്ച്വലി അതിൻ്റെ ഡേറ്റ് ഓർത്തു വയ്ക്കൂ. 1977 നവംബർ 7, ഒക്ടോബർ വിപ്ലവം. ഓക്കെ. ഇനി ഫാക്ട് നമ്പർ 24. ഇത് 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാരായവർക്കുള്ള ഒരു ദേശീയ പുരസ്കാരമുണ്ട്. ആ പുരസ്കാര ജേതാവ്, ആ പുരസ്കാരത്തിന് തന്നെ ഒരു പേരുണ്ട്. എന്താ? സർവശ്രേഷ്ഠ ദിവ്യാംഗജൻ എന്നാണ് അതിൻ്റെ പേര്. സർവശ്രേഷ്ഠ ദിവ്യാംഗജൻ എന്നാണ് ആ പുരസ്കാരത്തിന് കൊടുത്തിരിക്കുന്ന പേര്. അത് നേടിയത് അനന്യ എന്ന ഭിന്നശേഷി ഒരു ആളിനാണ്. അനന്യ. അത് മലയാളി ആയതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടി കൂടും. അതാണ് ഒരു ഫാക്റ്റായിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടത്. ഓക്കെ. ഫാക്ട് നമ്പർ 25, വെരി ഇമ്പോർട്ടൻ്റ്. ഈ പോയ വാരം സ്ഥാനമേറ്റ സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആര്? ചോദ്യം ഒന്നുകൂടി. 51ാമത് ചീഫ് ജസ്റ്റിസായി സ്ഥാനമേറ്റ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്ത്? പുതിയ ചീഫ് ജസ്റ്റിസ് ആര്? അതാണ് ചോദ്യം. 51 ആണ്. ഓക്കെ. ആരാ പുതിയ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഒരിക്കലും മറക്കരുത്. ഫ്രെയിം ചെയ്ത് കഴുത്തിൽ തൂക്കേണ്ട ഒരു പേരാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 51ാമത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. DV ചന്ദ്രചൂഡ് ഒഴിയുന്ന ഒഴിവിലേക്കാണ്
അദ്ദേഹം സ്ഥാനാരോഹണം നടത്തിയിട്ടുള്ളത്. വളരെ പ്രധാനം, ഓർത്തു വയ്ക്കൂ. ഇനി ഫാക്ട് നമ്പർ 26 26th ഫാക്ട്, വെരി ഇമ്പോർട്ടൻ്റ്, ഒരു ഇൻ്റർനാഷണൽ പുരസ്കാരം സാധ്യതയുമായി ബന്ധപ്പെട്ടാണ്. ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഒരു മലയാള ഗാനമുണ്ട്. ആ ഗാനത്തിന് ഏതാണ് ആ ഗാനം? ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരത്തിനുള്ള പട്ടികയിൽ ഇടം നേടിയ മലയാള ഗാനം ഏത്? പെരിയോനെ എൻ റഹ്മാനെ. നമ്മൾ കേട്ടിട്ടുണ്ട് പ്രശസ്തമായ ആടുജീവിതം എന്ന സിനിമയിലെ ഗാനം. അത് AR റഹ്മാൻ്റെ സംഗീതത്തിലാണ് വന്നിട്ടുള്ളത്. അതിനാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഇനി അവാർഡ് കിട്ടിയാൽ നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യും. ഓക്കെ. ഇനി ഫാക്ട് നമ്പർ 27. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഇത് കോഴിയുടെ ആകൃതിയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വളരെ ആകർഷകമായ ഒരു കെട്ടിടമാണ്. ഈ രീതിയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിനുള്ള വേൾഡ് ഗിന്നസ് റെക്കോർഡ്. ആ കെട്ടിടം ഏത്? ഇതാണ് ചോദ്യം. ഇത് ഫിലിപ്പീൻസിലെ നീഗ്രോസ് ഓക്സിഡൻറ്റിലാണ് ഈ സംഭവം ഉള്ളത്. ഫിലിപ്പീൻസിലെ നീഗ്രോസ് ഓക്സിഡൻറ്റിൽ. ഇത് അവിടുത്തെ ഒരു റിസോർട്ടിൻ്റെ ഭാഗമാണ്. ക്യാമ്പ് സ്റ്റോഹാൻ ഹൈലാൻഡ് റിസോർട്ട് എന്നാണ് ആ റിസോർട്ടിൻ്റെ പേര്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണിത്. ഇതുകൂടി ഒരു രസകരമായ ഇവൻ്റ് ആയതുകൊണ്ട് മനസ്സിൽ വയ്ക്കും. ഇനി 28th ഫാക്റ്റാണ്. നമ്മൾ കൊച്ചിയിൽ നടന്ന സ്കൂൾ കായികമേള നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചതാണ്. ഈ കായികമേളയിൽ ഡിസ്കസ് ത്രോയിൽ ദേശീയ റെക്കോർഡോടുകൂടി സ്വർണം നേടിയതാൽ? ഇതാണ് ചോദ്യം. ഇപ്പോൾ കൊച്ചിയിൽ നടന്ന അതും നോട്ട് ചെയ്യുക, ഇവിടെ നടന്നു എന്നും ചോദിക്കാം. കൊച്ചിയിൽ നടന്ന ദേശീയ സ്കൂൾ കായികമേളയിൽ ഡിസ്കസ് ത്രോയിൽ ദേശീയ റെക്കോർഡോടുകൂടി സ്വർണം നേടിയത് ആര്? ഇതാണ് ചോദ്യം. ഓക്കെ. ആരാ? KC സർവാൻ. നിങ്ങൾക്ക് കാണാം, KC സർവാനാണ് സ്വർണ്ണ മെഡൽ ജേതാവ് ഇൻ ഡിസ്കസ് ത്രോ. ഓക്കെ, KC സർവാൻ മനസ്സിൽ വയ്ക്കൂ. ഇനി 29th ഫാക്ട്. ഇതും സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ കൊച്ചിയിൽ നടന്ന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓവറോൾ കിരീടം നേടിയത് തിരുവനന്തപുരം ജില്ല. നോട്ട് ചെയ്ത് വയ്ക്കൂ. ഇപ്പോൾ കൊച്ചിയിൽ അവസാനിച്ച സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട്. ഇനി ഈ ആഴ്ചയിലെ ഏറ്റവും അവസാനത്തേതും 30ാമതുമായിട്ടുള്ള ഫാക്റ്റിലേക്ക്. ഇപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ കാലമാണ്. വിവിധ മേഖലകളിലാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ടാകുന്നത്. ഇത് വളരെ രസകരമായൊരു വേൾഡ് റെക്കോർഡിൻ്റെ ഫാക്റ്റാണ് നമ്മൾ ഈ ആഴ്ച ഏറ്റവും അവസാനമായി അവതരിപ്പിക്കുന്നത്. 3.5 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് സ്വന്തം മുലപ്പാൽ നൽകി ലോക റെക്കോർഡിന് ഉടമയായ ഒരു വ്യക്തിയുണ്ട്. അതാരാണ്? വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ പ്രവേശിച്ച ഒരു വ്യക്തിയുണ്ട്. അതാരാണ്? ചോദ്യം ഒന്നുകൂടി. 3.5 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് സ്വന്തം മുലപ്പാൽ അവർ പകർന്നു നൽകിയത്. ഇങ്ങനെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച വ്യക്തി ആര്? വളരെ രസകരമല്ലേ? ആരാത്? അമേരിക്കൻ ടെക്സാസ് സ്വദേശിനിയായ ആലീസ് ഒഗിൽട്രി. നിങ്ങൾ കാണാം, പേര് കാണാം. ടെക്സാസിലാണ്, അമേരിക്കയിലാണ്, US ആലീസ് ഒഗിൽട്രിയാണ് ഈ വേൾഡ് ഗിന്നസ് റെക്കോർഡിന് ഉടമയായിട്ടുള്ളത്. ഈ രസകരമായ ഫാക്റ്റ് ഓർത്തുവയ്ക്കൂ. 3.5 ലക്ഷം കുട്ടികൾക്ക് ഇപ്പോൾ പ്രയോജനപ്പെട്ടതുപോലെ ഏതെങ്കിലും ഘട്ടത്തിൽ PSC പരീക്ഷയ്ക്ക് നമുക്കും പ്രയോജനപ്പെടും. ആ പേര് ഓർത്തുവയ്ക്കൂ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. വളരെ ഇൻഫോർമേറ്റീവും അതേസമയം രസകരവുമായിട്ടുള്ള 30 പ്രധാനപ്പെട്ട ഫാക്റ്റുകളാണ് ഈ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 2 വട്ടം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സശ്രദ്ധം വീക്ഷിച്ചാൽ നിങ്ങൾക്കിതിൽ നിന്നും 1-2 മാർക്കുകൾ ഉറപ്പായിട്ട് നേടാൻ കഴിയും. അത് ഞാൻ അഷ്വർ ചെയ്യുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യൂ. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അത് ഷെയർ ചെയ്യൂ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഞാനുമായിട്ട് നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഇൻറ്ററാക്ട് ചെയ്യാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള PSC നിയമനങ്ങൾക്കായി വളരെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിലപ്പെട്ട വിജയം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും പുതിയ ഫാക്റ്റുകളുമായി കണ്ടുമുട്ടാം. നിങ്ങൾക്കെല്ലാം ഒന്നുകൂടി വിജയ ആശംസകൾ നേർന്നുകൊണ്ട് സൈനിങ് ഔട്ട്, നിങ്ങളുടെ അജിത് കുമാർ, ആൻഡ് ഗുഡ് ബൈ.